മിഡിൽ ഈസ്റ്റിലെ നിഴൽ യുദ്ധം പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് വടക്കൻ ഇറാഖിലെ ഇർബിലിന് സമീപം അത്യന്തമായ ഗൗരവകരമായ ഒരു ഡ്രോൺ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇറാൻ വിരുദ്ധ സായുധ ഗ്രൂപ്പുകളുടെ ക്യാമ്പിന് നേരെ നടന്ന ഈ ആക്രമണം കേവലം ഒരു സ്ഫോടനത്തിലുപരി മേഖലയിലെ നിലവിലുള്ള അസ്ഥിരതയെ ആളിപ്പടർത്താൻ പോന്ന ഒന്നായാണ് വിലയിരുത്തപ്പെടുന്നത്. കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ ഈ നീക്കം മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് നയതന്ത്ര ലോകം. ഇർബിലിന് സമീപമുള്ള ഇറാനിയൻ പ്രതിപക്ഷ ഗ്രൂപ്പുകളുടെ താവളത്തെ ലക്ഷ്യം വെച്ചാണ് അജ്ഞാത ഡ്രോണുകൾ എത്തിയത്. അവിടെയുള്ള ആയുധ വെടിക്കോപ്പ് സംഭരണശാലയെ നേരിട്ട് ബാധിച്ചതോടെ അതിശക്തമായ പൊട്ടിത്തെറികളാണ് ഉണ്ടായത്. ആയുധപ്പുരയ്ക്കുള്ളിലെ സ്ഫോടക വസ്തുക്കൾ ഒന്നൊന്നായി പൊട്ടിത്തെറിച്ചതോടെ പ്രദേശം യുദ്ധക്കളത്തിന് സമാനമായ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിച്ചു. കിലോമീറ്ററുകൾ അകലെയുള്ളവർക്ക് പോലും ഈ സ്ഫോടനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടതായാണ് പ്രാദേശിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല എന്നത് ഈ സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ആക്രമണത്തിന്റെ രീതിയും തെരഞ്ഞെടുത്ത ലക്ഷ്യവും പരിശോധിച്ചാൽ ഇറാൻ വിരുദ്ധ ഗ്രൂപ്പുകളെ ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു കൃത്യമായ സൈനിക ഓപ്പറേഷനാണിതെന്ന് വ്യക്തമാണ്. മേഖലയിൽ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾക്ക് വലിയ സ്വാധീനമുള്ളതിനാൽ അവരുടെ പങ്ക് സംശയിക്കപ്പെടുന്നുണ്ടെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നടന്നതിന് സമാനമായ ഡ്രോൺ ആക്രമണങ്ങൾ ഇപ്പോൾ ഇറാഖിലേക്കും വ്യാപിക്കുന്നത് ഇറാൻ വിരുദ്ധ ചേരിയിലുള്ള രാജ്യങ്ങളെയും ഗ്രൂപ്പുകളെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കുന്നു. ഇറാനിലെ നിലവിലെ ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കുന്ന കുർദിഷ് പ്രതിപക്ഷ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം നടന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഇറാഖിലെ കുർദിസ്ഥാൻ മേഖല ദീർഘകാലമായി ഇത്തരം ഗ്രൂപ്പുകളുടെ സുരക്ഷിത താവളമായാണ് അറിയപ്പെടുന്നത്. ഈ ഡ്രോൺ ആക്രമണം വെറുമൊരു പ്രാദേശിക തർക്കത്തിന്റെ ഫലമായി കാണാൻ കഴിയില്ല. ഇത് മേഖലയിൽ ഇറാൻ പിന്തുണയുള്ള ശക്തികളും അവരുടെ എതിരാളികളും തമ്മിലുള്ള വലിയ പോരാട്ടത്തിന്റെ ഭാഗമാണ്. വടക്കൻ ഇറാഖിൽ ഇത്തരം ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ബാഗ്ദാദിലെ ഭരണകൂടത്തിനും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സ്വന്തം മണ്ണിൽ വിദേശ ശക്തികളും സായുധ ഗ്രൂപ്പുകളും തമ്മിൽ നടത്തുന്ന ഈ ഏറ്റുമുട്ടൽ രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് കാണപ്പെടുന്നത്. ആയുധപ്പുരയ്ക്ക് നേരെ നടന്ന ഈ ആക്രമണം ഇറാൻ വിരുദ്ധ ഗ്രൂപ്പുകളുടെ പ്രതിരോധ ശേഷിയെ സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ദീർഘകാലത്തെ തയ്യാറെടുപ്പുകൾക്ക് ശേഷം ശേഖരിച്ചു വെച്ച ആയുധങ്ങളാണ് നിമിഷങ്ങൾക്കുള്ളിൽ ചാമ്പലായത്. ഇത് ഈ ഗ്രൂപ്പുകൾക്ക് സാമ്പത്തികമായും സൈനികമായും വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. തങ്ങളുടെ സുരക്ഷിത കേന്ദ്രങ്ങൾ പോലും ഇനി സുരക്ഷിതമല്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ അവർക്ക് ലഭിക്കുന്നത്. മേഖലയിലെ പ്രബല ശക്തിയായ അമേരിക്ക ഈ സംഭവത്തെ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. ഇർബിലിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യമുള്ളതിനാൽ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ US ഇടപെടലുകൾ ഉണ്ടാകുമോ എന്നതാണ് പ്രധാന ചോദ്യം. ഇറാൻ അനുകൂല ഗ്രൂപ്പുകളുടെ ഡ്രോൺ ശേഷി വർദ്ധിക്കുന്നത് അമേരിക്കൻ സൈന്യത്തിനും ഭീഷണിയാകുന്നുണ്ട്. കുറഞ്ഞ ചെലവിൽ ആധുനികമായ ആക്രമണങ്ങൾ നടത്താൻ ഡ്രോണുകൾക്ക് സാധിക്കുന്നു എന്നത് പ്രതിരോധ സേനകളെ കുഴക്കുന്ന കാര്യമാണ്. ഇർബിലിലെ ഈ സ്ഫോടനം മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളിലേക്കും സംഘർഷം പടരാൻ കാരണമായേക്കാം. ഇസ്രയേൽ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇറാന്റെ നീക്കങ്ങളെ എപ്പോഴും സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. സഖ്യകക്ഷികൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ തങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളിയായി അവർ കണക്കാക്കുന്നുണ്ട്. ഒരു വശത്ത് നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോഴും മറുവശത്ത് ഇത്തരം നിഴൽ യുദ്ധങ്ങൾ തുടരുന്നത് സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കുർദിഷ് മേഖലയിൽ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയായിരുന്നു. ഇറാൻ വിരുദ്ധ വിഭാഗങ്ങൾ തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ഇറാൻ നിരന്തരം ആരോപിക്കാറുണ്ട്. ഈ സാഹചര്യത്തിൽ നടന്ന ഡ്രോൺ ആക്രമണം ഇറാന്റെ ശക്തമായ മുന്നറിയിപ്പായാണ് പല നിരീക്ഷകരും വിലയിരുത്തുന്നത്. തങ്ങളെ എതിർക്കുന്നവർക്ക് എവിടെയാണെങ്കിലും രക്ഷയില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. ആയുധപ്പുരയിലുണ്ടായ സ്ഫോടനത്തിന്റെ തീവ്രത വരും ദിവസങ്ങളിൽ കൃത്യമായി കണക്കാക്കപ്പെടും. ഉപഗ്രഹ ചിത്രങ്ങളും മറ്റു തെളിവുകളും പരിശോധിക്കുന്നതിലൂടെ ഏത് തരത്തിലുള്ള ഡ്രോണുകളാണ് ഇതിനായി ഉപയോഗിച്ചതെന്ന് കണ്ടെത്താൻ സാധിക്കും. ഇറാൻ നിർമ്മിത ഡ്രോണുകളുടെ സാങ്കേതിക വിദ്യയുമായി ഇതിന് സാമ്യമുണ്ടോ എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് എങ്ങനെ ഡ്രോണുകൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിച്ചു എന്നതും ഗൗരവകരമായ വിഷയമാണ്. ഈ ആക്രമണം നടന്നത് ഒരു തന്ത്രപരമായ സമയത്താണ്. മേഖലയിലെ പ്രധാന ശക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇത്തരം സ്ഫോടനങ്ങൾ എരുത്തിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയാണ്.
സമാധാന ചർച്ചകൾ പരാജയപ്പെടുകയും സൈനിക നടപടികൾക്ക് മുൻഗണന ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം മിഡിൽ ഈസ്റ്റിനെ മറ്റൊരു മഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭീതി ശക്തമാണ്. ഇറാഖിലെ കുർദിസ്ഥാൻ പ്രാദേശിക സർക്കാർ ഈ സംഭവത്തിൽ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങളുടെ മേഖലയെ സംഘർഷഭരിതമാക്കുന്ന ഇത്തരം നീക്കങ്ങൾ അനുവദിക്കില്ലെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇറാഖിലെ കേന്ദ്ര സർക്കാരിന്റെയോ വിദേശ രാജ്യങ്ങളുടെയോ പിന്തുണയില്ലാതെ ഇത്തരം ആക്രമണങ്ങളെ തടയാൻ അവർക്ക് പരിമിതികളുണ്ട്. സൈനികമായ ഒരു സുരക്ഷാ കവചമൊരുക്കാൻ അന്താരാഷ്ട്ര സഹായം അവർ തേടുകയാണ്. അജ്ഞാത ഡ്രോണുകളുടെ ഈ വിളയാട്ടം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വലിയ പ്രാധാന്യം നേടിയിട്ടുണ്ട്. ആയുധപ്പുര തകരുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് മേഖലയിലെ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പരത്തുന്നുണ്ട്. സുരക്ഷിതമെന്ന് കരുതിയ ഇടങ്ങൾ പോലും ഇപ്പോൾ ആക്രമിക്കപ്പെടുന്നത് സാധാരണക്കാരുടെ ജീവിതത്തെയും ബാധിക്കുന്നു. ഈ നിഴൽ യുദ്ധത്തിന്റെ ഇരകൾ പലപ്പോഴും നിസ്സഹായരായ ജനങ്ങളാണെന്നത് സങ്കടകരമായ വസ്തുതയാണ്. ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ അവരുടെ സൈനിക നീക്കങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ ആക്രമണങ്ങളെ കാണുന്നത്. സിറിയയിലും യമനിലും പയറ്റിത്തെളിഞ്ഞ ഡ്രോൺ യുദ്ധതന്ത്രങ്ങൾ ഇപ്പോൾ ഇറാഖിലും പ്രയോഗിക്കുകയാണ്. സാങ്കേതിക വിദ്യ കൈമാറുന്നതിലൂടെ വിവിധ രാജ്യങ്ങളിലെ തങ്ങളുടെ സഖ്യകക്ഷികളെ അവർ കരുത്തരാക്കുന്നു. ഇത് അമേരിക്കയും സഖ്യകക്ഷികളും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ വളർച്ച യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. വലിയ സൈനിക വിന്യാസമില്ലാതെ തന്നെ ശത്രുവിന്റെ ഹൃദയഭാഗത്ത് പ്രഹരമേൽപ്പിക്കാൻ ഡ്രോണുകൾക്ക് സാധിക്കുന്നു. ഇർബിലിലെ ആയുധപ്പുര തകർത്ത ഡ്രോണുകൾ എത്ര ദൂരത്തു നിന്നാണ് നിയന്ത്രിക്കപ്പെട്ടത് എന്നത് നിർണായകമാണ്. ഇത് അയൽ രാജ്യങ്ങളിൽ നിന്നാണെങ്കിൽ അതൊരു വലിയ നയതന്ത്ര പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാം. മിഡിൽ ഈസ്റ്റിലെ സമാധാനം എന്നത് ഇപ്പോൾ ഒരു വിദൂര സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിനു പിറകെ ഒന്നായി നടക്കുന്ന ഇത്തരം അക്രമ സംഭവങ്ങൾ വിശ്വാസ്യതയെ തകർക്കുന്നു. ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പറയുന്നവർ തന്നെ അക്രമത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇരട്ടത്താപ്പായാണ് കാണപ്പെടുന്നത്. ഇർബിലിലെ സ്ഫോടനം ഈ ഇരട്ടത്താപ്പിന്റെ ഏറ്റവും പുതിയ തെളിവാണ്. മേഖലയിലെ മറ്റ് പ്രതിപക്ഷ ഗ്രൂപ്പുകളും ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്. തങ്ങളുടെ കേന്ദ്രങ്ങളും അടുത്ത ലക്ഷ്യമായേക്കാമെന്ന തിരിച്ചറിവ് അവരെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളിലേക്ക് നയിക്കുന്നു. ഈ ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ അന്താരാഷ്ട്ര തലത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിൽ ഇടപെടണമെന്നാണ് കുർദിഷ് ഗ്രൂപ്പുകളുടെ ആവശ്യം. ഇർബിലിലെ ഈ മിന്നലാക്രമണം വരും കാലത്തെ യുദ്ധമുറകളുടെ ഒരു ചെറിയ പതിപ്പ് മാത്രമാണ്. ഭൂമിശാസ്ത്രപരമായി അതിരുകൾ ഇല്ലാതാക്കുന്ന ഡ്രോൺ യുദ്ധങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. മിഡിൽ ഈസ്റ്റിലെ ഈ പുതിയ പ്രവണത ലോക സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണെന്ന് പറയേണ്ടി വരും. ഇർബിലിലെ ആയുധപ്പുരയിലുണ്ടായ സ്ഫോടനം കേവലം ഒരു പ്രാദേശിക സംഭവം മാത്രമല്ല എന്ന് ഉറപ്പിക്കാം. അത് മേഖലയിലെ മാറുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളുടെയും വർദ്ധിച്ചുവരുന്ന സൈനിക കിടമത്സരത്തിന്റെയും പ്രകടമായ അടയാളമാണ്. തിരിച്ചടികളും പ്രതിസന്ധികളും തുടരുമ്പോൾ ഹോർമുസ് മുതൽ ഇർബിൽ വരെ നീളുന്ന ഈ സംഘർഷഭൂമി കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുന്നു.